ചീരത്തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവരാണോ നിങ്ങൾ? എന്നാൽ കൂട്ടുകാരി വന്നോളൂ, ഞാൻ പറഞ്ഞുതരാം. ഇത് ചീരത്തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇനി അറിയാവുന്നവർ പുതിയ വല്ല വെറൈറ്റി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാ പിന്നെ നേരെ വീടിലോട്ട് പോയാലോ? ആദ്യം തന്നെ 2 കെട്ട് ചീര എടുക്കുക. 2 കെട്ടില്ലെങ്കിൽ 1 കെട്ടായാലും മതി. കഴുകി വൃത്തിയാക്കിയ ചീരത്തണ്ട് നന്നായി വെള്ളമൊക്കെ വാർന്നു പോയതിനു ശേഷം അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കയ്യോ കട്ടിംഗ് ബോർഡോ ഞാൻ ഈ ഉപയോഗിക്കും പോലെ ചോപ്പറോ യൂസ് ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞു. ഈ ചോപ്പറില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഇനി അതേ ചോപ്പറിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും അതിലേക്ക് 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി ഇത്രയും വിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. സോറി, 2 വെളുത്തുള്ളി അല്ല, 2 അല്ലി വെളുത്തുള്ളി. 2 വെളുത്തുള്ളി എടുത്താൽ പോരാൾ നമ്മളെ ചൂലി കൊണ്ട് ഓടിക്കും. മാത്രമല്ല ടേസ്റ്റും മാറിപ്പോകും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് അതും ചൂടായി വരുമ്പോൾ അതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചു വെക്കാൻ മറക്കല്ലേ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകൂടാ. ഇനി എന്താ, ഇളക്കി ഇങ്ങടെ മറിക്കുക തന്നെ. ഇളക്കി മറിച്ച ചീരയെ തട്ടിപ്പൊത്തി ഒരു കൂന പോലെയാക്കി ഒരടപ്പ് കൊണ്ട് അടച്ച് വേവിക്കാൻ വയ്ക്കുക. ഇടയ്ക്കിടെ തുറന്നു നോക്കി ഇളക്കി യോജിപ്പിക്കുന്നതിൽ തെറ്റില്ല. കണ്ടോ, പാത്രം നിറയെ ഇരുന്ന ചീര പാത്രത്തിന്റെ അറ്റത്ത് വരെ എത്തി. ചീര 2 കെട്ടെടുത്ത നന്നായി, ഇല്ലെങ്കിൽ ഇതിന്റെ അറ്റത്തുനിന്ന് കോരി തിന്നേണ്ടി വന്നേനെ. കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളമെങ്കിലും കിട്ടുമെന്ന് പറയും പോലെ ഒരു പാത്രം നിറച്ച് ചീര അരിയാണെങ്കിൽ അതിന്റെ അറ്റത്തുനിന്നെങ്കിലും കിട്ടും. നമുക്കെന്തായാലും ഈ കുന്നിക്കുരുവിൽ ചീരത്തോരനിൽ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർന്നതിന് ശേഷം നേരത്തെ പോലെ നന്നായി ഇളക്കി മറിച്ച് വീണ്ടും കൂന കൂട്ടി അടച്ചു വയ്ക്കാം. അല്പസമയത്തിന് ശേഷം മൂടി തുറന്ന് ചീര നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ചീരത്തോരൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്താകുമ്പോ എന്തോ. കൊള്ളാം, ഉപ്പൊക്കെ പാകമാണ്, എരിയും എല്ലാം പാകത്തിനുണ്ട്. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിരിക്കുന്നു. നിങ്ങളും ഇന്ന് തന്നെ ഈ ഒരു ചീരത്തോരൻ ഉണ്ടാക്കി നോക്കി പോരാളിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യുന്നേ. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.